ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൈബർ ഓപ്റ്റിക്സിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഫൈബർ ഓപ്റ്റിക് കേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. ഈ ടെക്നോളജിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടേം ഇസ് റിലേറ്റഡ് ടു ലൈറ്റ് എനർജി അല്ലെങ്കിൽ ലൈറ്റ് പൾസസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് പൾസസ് ഡാറ്റേനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണു. ഏത് വഴി? ത്രൂ ഫൈബേഴ്സ്. ഈ ഫൈബർ എന്ന് പറയുന്നത് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതാവാം. ഫൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. ഇത് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഡാറ്റയെ നമ്മൾ ലൈറ്റ് പൾസസിന്റെ ഫോമിൽ ഫൈബേഴ്സ് കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടെക്നോളജിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈബർ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫൈബർ ഓപ്റ്റിക് കേബിൾസിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏറ്റവും ഉള്ളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ കോർ എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് പുറത്ത് വരുന്നത് ക്ലാഡിംഗ് ആണ്. അതിൻ്റെ പുറത്ത് വരുന്നതാണ് കോട്ടിങ്. ഈ ബഫർ കോട്ടിംഗ് എന്നും പറയാം. കോറ്, ക്ലാഡിങ്, കോട്ടിങ്, ഈ ഓർഡറിലാണ് അതിന്റെ അറേഞ്ച്മെന്റ്. ഈ കോട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ എസ്കേപ്പ് ചെയ്ത് പോവാതിരിക്കാൻ, അതുപോലെ ഈ മെക്കാനിക്കൽ സ്ട്രെസ് എന്നൊക്കെ നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഈ കോട്ടിങ്, ബഫർ കോട്ടിങ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫൈബർ ഓപ്റ്റിക്സ് കേബിള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. നമ്മളിവിടെ കുറച്ച് ടേംസ് ഒക്കെ കാണുന്നുണ്ട്. അതായത് N1, N2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേം എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N ആണ്. N എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം തമ്മിൽ നമ്മൾ എടുക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം നമുക്കറിയാം ഓൾറെഡി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, ഏത് മീഡിയമാണ് നമ്മൾ എടുക്കുന്നതെന്ന് അനുസരിച്ച് അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയായിരിക്കും വരിക. ഈ മീറ്റർ പെർ സെക്കൻഡ് രണ്ടും ക്യാൻസൽ ആവുന്നത് കൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. ഏറ്റവും കൂടുതൽ സ്പീഡ് ഓഫ് ലൈറ്റ് വരുന്നത് എവിടെയാണ്? വാക്വത്തിലാണ്. ഈ 3 × 10⁸ ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറയുന്നത് എന്തായാലും അതിനേക്കാൾ താഴെ ആയിരിക്കും. അതിനർത്ഥം എന്താ? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എടുക്കുമ്പോൾ എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. വാക്വത്തിന്റെ കേസിലാണ് അല്ലെങ്കിൽ എയറിന്റെ കേസിലാണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റില്ല, അതുപോലെ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും എപ്പോഴും എന്നുള്ളതും ആലോചിച്ച് വയ്ക്കാം. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് വരാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇതാണ് നമ്മുടെ ഫൈബർ ഓപ്റ്റിക്സിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ നോക്കുമ്പോൾ നമ്മളിവിടെ 2 മീഡിയംസ് ഉണ്ടായിരിക്കും. N1, N2 എന്ന് പറയുന്നത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളാണ് തന്നിട്ടുള്ളത്. N1 എന്ന് പറയുന്നത് ഒരു ഡെൻസർ മീഡിയ ആണ്. N2 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് റെയറർ മീഡിയ ആണ്. വാട്ടറിന്റെ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എയറിന്റെ കേസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. N1 വിൽ ബി ഗ്രേറ്റർ ദാൻ N2. N1 കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറഞ്ഞു? ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞു. N2 എന്ന് പറയുന്നത് ലെസ്സർ ആയതുകൊണ്ട് അതിന് നമ്മൾ റെയറർ മീഡിയം എന്ന് പറയുന്നു. ഒരു ഇൻസിഡന്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ബെൻഡ് ചെയ്ത് നോർമലിൽ നിന്ന്, ഈ ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്, അവിടെ നിന്ന് കൂടുതൽ അകലേക്കാവും. അങ്ങനെ വരുന്ന റേ ആണ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഈ ഇൻസിഡന്റ് റേന്റെ ആംഗിൾ θ1 എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഷിഫ്റ്റായി വരുന്ന തരത്തിൽ എടുക്കാൻ പറ്റില്ലേ?
അങ്ങനെ നമ്മൾ ഇൻസിഡന്റ് റേന്റെ ഇൻസിഡന്റ് ആംഗിൾ ഇൻക്രീസ് ചെയ്ത് തീറ്റ സി എന്നുള്ളൊരു വാല്യൂവിൽ എത്തിയപ്പോൾ നമുക്ക് റിഫ്രാക്റ്റർ റേയുടെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിളിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്നത്. അതായത് ഇനിയും നമ്മൾ ഫർദർ ആയിട്ട് ഇൻസിഡന്റ് ആംഗിള് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഈ θ1 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ വീണ്ടും നമ്മുടെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90യേക്കാളും കൂടും എന്തായാലും. അപ്പോ അത് റിഫ്രാക്ട് ചെയ്യുന്നതിന് പകരം റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇൻസിഡന്റ് റേ വന്നിട്ട് ഡെൻസർ മീഡിയത്തിൽ വന്നിട്ട് റയറർ മീഡിയത്തിലേക്ക് കിടക്കുന്ന ബൗണ്ടറിയുടെ അവിടെ എത്തുമ്പോൾ θ1 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിന് പകരം അവിടെ സംഭവിക്കുന്നത് റിഫ്ലക്ഷൻ ആയിരിക്കും. ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക്സിന്റെ കേസിൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോറിന്റെ കേസിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണെന്ന് വിചാരിക്കുക. ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണെന്ന് വിചാരിക്കുക. N1 ഇസ് ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കണം. കാരണം ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് കോർ ആയിരിക്കണം. ലൈറ്റ് റേ എൻ്റർ ചെയ്തു. ഇതാണ് നമ്മുടെ കോർ. കോറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ θc ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ഒരു ആംഗിളിൽ, ഒരു മാക്സിമം ആംഗിൾ നമുക്ക് കൊടുക്കാൻ പറ്റണോ, ആ കൊടുക്കുന്ന ആംഗിളിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നു. നമ്മുടെ ഇൻസിഡന്റ് റേ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന തരത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റേനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്യൂടെ. അതാണ് ഫൈബർ ഒപ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കോറ് ഉണ്ട്, ഈ പുറത്ത് കാണുന്ന ഈ ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് ഡെൻസർ ടു റെയറർ മീഡിയം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. കാരണം ഇവിടെ N2 എന്ന് പറയുന്നത് ലെസ് ദാൻ N1 ആണ്. N1 ആരാണ്? കോറിന്റെ ആണ്. N2 ആരാണ്? ക്ലാഡിങ്ങിന്റെ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഡെൻസർ ടു റെയറർ മീഡിയം എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അപ്പോഴാണ് നമ്മുടെ മാക്സിമം ആക്സെപ്റ്റൻസ് ആംഗിൾ അല്ലെങ്കിൽ ഇൻസിഡന്റ് ആംഗിൾ നമ്മൾ മാറ്റിക്കൊടുത്ത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫൈബർ ഒപ്റ്റിക്സിൽ നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് ആണ്. നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബറും ഉണ്ട്, ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറും ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് മോഡ്സ് വെച്ചിട്ടാണെങ്കിൽ സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡും ഉണ്ട്. അപ്പം നമുക്കിത് ഓരോന്നും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡ് ഇൻഡെക്സും നോക്കാം. സ്റ്റെപ്പ് ഇൻഡെക്സിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോറ്, ഇത് നമ്മുടെ ക്ലാഡിങ്. കോറിന്റെ ത്രൂ ഔട്ട് ദ കോർ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. N1 എന്നെടുക്കുന്നു. അതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട് ദ കോർ. അതായത് ഒരു സ്പെസിഫിക് വാല്യൂ ആണ് അത് വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും ഹയർ അല്ലേ. അത് കഴിഞ്ഞ് ഈ ബൗണ്ടറി എത്തുമ്പോൾ ക്ലാഡിങ് എത്തിക്കഴിയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്നുള്ള വാല്യൂവിൽ നിന്ന് എങ്ങോട്ട് കുറയും? N2 എന്നുള്ള വാല്യൂ. അതായത് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എടുക്കുകയാണെങ്കിൽ N2 എന്നുള്ള വാല്യൂവിലേക്ക് കുറയും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അതായത് N1 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് N2 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് ഒരു സ്റ്റെപ്പ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്ന് വിളിക്കുന്നത്. ഇനി ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറിന്റെ കേസിലാവുമ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത് കോറിന്റെ യൂണിഫോം അല്ല നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ലെയർ എടുത്ത് ആ ലെയറിനേക്കാളും കുറച്ചും കൂടി കുറവായിരിക്കും അടുത്ത ലെയർ, അതിനേക്കാൾ കുറച്ചും കൂടി കുറവായിരിക്കും അടുത്ത ലെയർ. അങ്ങനെ ലെയേഴ്സ് ബൈ ലെയേഴ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം സെയിം കോറിനെ. അപ്പോൾ ഓരോ വാല്യൂസ് ആണ് വരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു കോറാണ് നമ്മൾ എന്തിനെടുത്തിട്ടുള്ളത്? ഗ്രേഡ് ഇൻഡെക്സ് ഫൈബറിനെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസിഡന്റ് റേ പോയി വീണ് കഴിയുമ്പോൾ
ആദ്യം അതിനൊരു ബെൻഡിങ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനേക്കാൾ കുറവായ സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും ഒരു ബെൻഡിങ് ഉണ്ടാവും. അത് നോർമലിൽ നിന്ന് അകന്ന് പോകും. അപ്പം നമുക്കൊരു സൈനുസോയിഡൽ വേവ് ഫോം ആയിട്ടാണ് വരിക ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോറിന്റെ വാല്യൂ എന്ന് പറയുന്നത് N1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല, ത്രൂ ഔട്ട് യൂണിഫോം അല്ല, ഒരു നോൺ യൂണിഫോം ആണ്. അപ്പൊ നമുക്കൊരു സൈനുസോയിഡൽ വേവ് ഫോം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ N2ന് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ക്ലാഡിങ്ങിന്റെ N2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയാണ് എന്നാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞത് സിംഗിൾ മോഡ് ആൻഡ് മൾട്ടി മോഡാണ്. സിംഗിൾ മോഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന കോറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒരു 5 മൈക്രോമീറ്റർ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ക്ലാഡിങ്ങിന്റെ വരുന്നത് 70 മൈക്രോമീറ്റർ. ചെറിയൊരു പോർഷനാണ് കോറിന്റെ ഡയമീറ്റർ വരുന്നുള്ളൂ, ഈ ഒരു ചെറിയ പോർഷൻ മാത്രം. ആ കോറിന്റെ ഡയമീറ്ററിൽ കൂടെ നമ്മൾ എടുക്കുന്നത് സിംഗിൾ മോഡിലാവുമ്പോൾ 1 ലൈറ്റ് വേവ് ആണ് അറ്റ് എ ടൈം പാസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് ആ ഒരു വേവ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇമേജിൽ. ആ വേവ് മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകും. അതേസമയം മൾട്ടി മോഡിന്റെ കേസിൽ നമ്മൾ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിന്റെ ഡയമീറ്റർ കൂടുതലാണ്. ഇതിന്റെ ഡയമീറ്റർ ഏകദേശം വരുന്നത് 40 മൈക്രോമീറ്റർ ആണ് ഇതിന്റെ കേസിൽ. ഇവിടെ 5 മൈക്രോമീറ്റർ ഉണ്ടായിരുന്നത്, ഇവിടെ 40 മൈക്രോമീറ്റർ ആണ്. 40 മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും വലുപ്പം കൂടുതലുണ്ട് ഇല്ലേ? അപ്പൊ അത്രയും വലുപ്പം കൂടുതൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ഇൻസിഡന്റ് റേ അല്ല, എത്ര ഒരുപാട് മൾട്ടിപ്പിൾ എന്ന് പറയുന്നു, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസിഡന്റ് റേസ് അതിൽ കൂടെ കടന്നു പോവാം. അതാണ് ഇവിടെ ഡിഫറെന്റ് കളർ ഓഫ് റെപ്രസെൻറ്റേഷൻസിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഡിഫറെന്റ് റേസ് ഓഫ് ലൈറ്റ് ആണ്. സെയിം കേബിളിൽ കൂടെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ് റേസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റേസ് കടന്നു പോകും. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി മോഡ് എന്ന് പറയുന്നത്. സിംഗിൾ മോഡ് ട്രാൻസ്മിഷൻ ആയിരിക്കും ലോങ് ഡിസ്റ്റൻസിന് പ്രിഫറബിൾ. ലോങ് ഡിസ്റ്റൻസ് ഡാറ്റ ട്രാൻസ്മിഷന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ മോഡ് ട്രാൻസ്മിഷൻ ആയിരിക്കും. അപ്പോൾ മൾട്ടി മോഡ് നമ്മൾ പക്ഷേ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസിന് മാത്രമായിരിക്കും. മൾട്ടി മോഡിൻ്റെ കേസിൽ സിഗ്നൽ അറ്റന്വേഷൻ കൂടുതലാണ്. അപ്പോൾ സിഗ്നൽസ് ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസിന് മാത്രമേ നമുക്ക് മൾട്ടി മോഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫൈബേഴ്സും ഗ്ലാസ് ഫൈബേഴ്സും ആണ്. പ്ലാസ്റ്റിക്കിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, പ്ലാസ്റ്റിക് ആയിരിക്കും ഫൈബർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്, ഗ്ലാസ് ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ NA, അതുപോലെ ആക്സെപ്റ്റൻസ് ആംഗിൾ. ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ മാക്സിമം എത്രയാവാം, എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ലൈറ്റ് വേവ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി ആ കോറിന്റെ അകത്ത് മാത്രം ഇൻബൗണ്ട് ആയി നിൽക്കുന്ന തരത്തിൽ പോവാനായിട്ട് നമ്മുടെ ഇൻസിഡന്റ് റേ എത്ര ആംഗിളിലാണ് ഹിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ, അതിനെയാണ് ഇൻസിഡന്റ് ആംഗിൾ θm എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് 2 times θm ആണ്. അതുപോലെ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്ന ഒരു ടേം കൂടി ഉണ്ട് നമുക്ക്. ന്യൂമറിക്കൽ അപ്പേർച്ചർ ടേമിന്റെ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ ഈ ഇക്വേഷൻ ഒന്ന് നോക്കി വയ്ക്കാം. അതെന്ന് പറയുന്നത് N0 എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിലത്തെ, സാധാരണ കേസിൽ നമ്മൾ എയർ ആണ് എടുക്കണമെങ്കിൽ ഈ N0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ sin θm എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ വാല്യൂ. അല്ലെങ്കിൽ N0 sin θm എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ആണ് N കോർ എന്നിട്ടുള്ളത്, അതിന്റെ സ്ക്വയർ മൈനസ് N ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്, ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇക്വേഷൻസ് ആയിട്ട് തന്നിട്ട് ഇതിൽ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അതുകൂടാതെ നമ്മൾ സെൻസേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ നമ്മൾ മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻസിൽ കൂടെയൊക്കെ ഒന്ന് നിങ്ങൾ തറവായിട്ട് ഒന്ന് വായിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയാണ് അപ്പോൾ നമുക്ക് ഫൈബർ ഒപ്റ്റിക്സിൽ നോക്കാനുള്ളത്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ആ മെറ്റീരിയലിൽ കൂടെ പോവുകയാണെങ്കിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.